അമ്പെറിയാൻ വിദഗ്ധനാണ്. പിറകിലൂടെ അമ്പെറിഞ്ഞ് വീഴ്ത്തുകയാണ്. വീണ് കിടക്കുന്ന ഹംസ റളിയല്ലാഹുവിന്റെ ചാരത്തേക്ക് കടാര അമ്പ് തറച്ചു കയറി നിലത്ത് വീണ് കിടക്കുന്ന ഹംസ റളിയല്ലാഹുവിന്റെ ചാരത്തേക്ക് ശത്രുക്കൾ പകമൂത്ത് വന്നിട്ട് തല മുതൽ നെഞ്ചു മുതൽ കാലുവരെ നെടുകനെ പിളർത്തുകയാണ്. എന്താ പറയാ, ഇതിനെങ്ങനെ വിശദീകരിക്കാന്നറിയില്ല. ചരിത്രം പറയുന്നുണ്ട് നെടുങ്ങനെ അങ്ങനെ പിളർത്തി എന്ന് പറയുന്നത് കരള് പുറത്തേക്ക് വന്ന് ഈ ഹിന്ദ് ഓടി വന്നിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ കരലെടുത്ത് ചവച്ചു തുപ്പി എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും താങ്ങായി നിന്ന ഒരാളാ, അത്രക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഹംസ റളിയല്ലാഹു. ഹംസ റളിയല്ലാഹുവിന് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് മുത്തുനബി കരഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും കരഞ്ഞിട്ടില്ലെന്നാ. ഏറ്റവും കൂടുതൽ മുത്തുനബി കരഞ്ഞത് ഹംസ റളിയല്ലാഹു. ആ മഹദിയായ ഖദീജ ഉമ്മ വഫാത്തായ സമയത്ത് മുത്തുനബി കരഞ്ഞിട്ടുണ്ട്. എനിക്ക് താങ്ങും തണലുമായി നിന്ന ആളാ എന്റെ ഖദീജ, കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹംസ റളിയല്ലാഹു വഫാത്തായപ്പോ കരഞ്ഞത്രയൊന്നും കരഞ്ഞിട്ടില്ല. അത്രക്ക് കരഞ്ഞുപോയി. ബക്കാ ഫീഹൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ പറയാണ് ഇത്രയും മുത്തുനബി കരഞ്ഞ ഒരു സാഹചര്യം, എന്റെ ഹംസയുടെ കരളല്ലേ ചവച്ചു തുപ്പുന്നത് എന്നിങ്ങനെ നേരിട്ട് കാണുന്ന ആ മുത്തുനബിയുടെ വിഷമൊത്തിരി ആയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, ആ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിന്റെ പക എത്രത്തോളം ആയിരുന്നു അത്. വഷ് പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നെടുവനെ പിളർത്തി എന്റെ ഹംസയെ കൊന്നു കളഞ്ഞിട്ട് പോലും വഷ്